മധ്യപൂർവ്വ ദേശത്ത് ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം ആഗോള രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിർണായക ഇടപെടലുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന. ഈ യുദ്ധത്തിൽ ചൈനയുടെ റോൾ എന്താണ്? ചൈന ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ചൈനയുടെ നിലപാട് ഇവിടെ തന്ത്രപരവും അതേസമയം സങ്കീർണവുമാണ്. ചൈന നിലവിൽ ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയെ പോലെ സൈനികമായി ഇടപെടുന്നതിനു പകരം ഒരു ഉത്തരവാദിത്തമുള്ള ആഗോള ശക്തി എന്ന പ്രതിച്ഛായ നിർമ്മിക്കാനാണ് ബീജിംഗ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 12% ഇറാനിൽ നിന്നാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ അത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. നിലവിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണയും സ്വന്തം ശേഖരവും അവർക്ക് തുണയാകുന്നുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ആശങ്കാജനകമാണ്. ഇറാനുമായി 25 വർഷത്തെ കരാർ ചൈനയ്ക്കുണ്ടെങ്കിലും അതൊരു സൈനിക സഖ്യമല്ല. ഇറാനെ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു കരുവായാണ് ചൈന കാണുന്നത്. എന്നാൽ ഇറാന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടാനും ചൈന തയ്യാറല്ല. ഇസ്രായേൽ ഇറാൻ ചർച്ചകളിൽ ഒമാൻ മധ്യസ്ഥത വഹിച്ചതുപോലെ ഈ സംഘർഷത്തിലും ഒരു സമാധാന പാലകനായി രംഗത്ത് വരുവാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ യുദ്ധക്കൊതിയൻ എന്ന പ്രതിച്ഛായയ്ക്ക് വിരുദ്ധമായി തങ്ങളെ കാണിക്കുവാൻ അവരെ സഹായിക്കുന്നുമുണ്ട്. ഈ യുദ്ധം അമേരിക്കയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും തളർത്തുകയാണെങ്കിൽ മധ്യപൂർവ്വ ദേശത്ത് അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്ന സ്വാധീനം ചൈന പിടിച്ചെടുക്കും. ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷയ്ക്കായി കൂടുതൽ ചൈനയെ ആശ്രയിക്കുവാൻ തുടങ്ങിയേക്കാം. ഒരുപക്ഷെ യുദ്ധം കാരണം ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു സഹായഹസ്തവുമായി പോലും ചൈന അവതരിച്ചേക്കാം. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കു പകരമായി ചൈനയെ ലോക നേതാവായി പ്രതിഷ്ഠിക്കുവാൻ ഒരു മാർഗമായും ചൈന ഉപയോഗിച്ചേക്കാം. അമേരിക്ക മധ്യപൂർവ്വ ദേശത്തെ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ തായ്വാൻ വിഷയത്തിൽ കൂടുതൽ കർക്കശമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ചൈനയ്ക്ക് ധൈര്യം ലഭിക്കും. അമേരിക്കയുടെ ശ്രദ്ധ മാറിയത് ചൈന മുതലെടുക്കുകയും ചെയ്യാം. അമേരിക്കൻ വിദേശ നയത്തിലെ പ്രവചനാതീതമായ മാറ്റങ്ങൾ ചൈനയെ ജാഗരൂകരാക്കും. അമേരിക്കയുമായി ഒരു വ്യാപാര യുദ്ധം തുടരുമ്പോഴും മേഖലയിൽ സ്ഥിരത നിലനിർത്തുവാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ചില രഹസ്യധാരണകളിൽ എത്തിയേക്കാം. ചൈന ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, കാരണം അതവരുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തും. എന്നാൽ ഈ പ്രതിസന്ധി ഉപയോഗപ്പെടുത്തി അമേരിക്കൻ ആധിപത്യം കുറയ്ക്കുവാനും സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കാനുമാണ് ഷീ ജിൻപിങ് ലക്ഷ്യമിടുന്നതെന്ന് വേണം കരുതാൻ.